Hello guys, welcome back to my channel Ulfu's World. And this is Ulfia Nizam, and once again welcome back to another great episode. Let's see our today's video. Everyone, once again welcome back to my channel. അപ്പോൾ guys, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ഗൈസ്. നൗ വി ആർ ഗോയിങ് ടു അവർ സമ്മർ വെക്കേഷൻ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ സമ്മർ വെക്കേഷൻ ആയിട്ടുള്ള ട്രിപ്പിന് നമ്മൾ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് മന്ത് എനിക്ക് വന്ന് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ പോകാനൊന്നും പറ്റത്തില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് പോയിട്ട് നാളെ സൺഡേ ആണ്, അപ്പോൾ നാളെ അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ വൈകിട്ട് തിരിച്ചാലും രാത്രി ഒത്തിരി സമയമാകുമ്പോൾ ഇങ്ങെത്തും. അപ്പോൾ എവിടോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറയാം. നൗ വി ആർ ഗോയിങ് ടു വാഗമണിലേക്ക് പോവാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. മൂന്നാർ പോയിട്ടുണ്ട്, വയനാട് പോയിട്ടുണ്ട്, ബട്ട് വാഗമൺ പോയിട്ടില്ല. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഡേയ്സ് ഇല്ല, കാരണം നെക്സ്റ്റ് മന്ത് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ എനിക്കൊരു ക്യാമ്പുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് പിന്നെയും പോവാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഒത്തിരി താമസിപ്പിച്ചാൽ പിന്നെ നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നാളെയാണ് നമ്മുടെ എക്സ്പ്ലോറിങ് ഡേ. നൗ വി ആർ ഗോയിങ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഏതാണ്ട് 8:25 നമ്മൾ അവിടെ ചെല്ലും എന്നാണ്. പിന്നെ നമ്മുടെ കാര്യമാണ്, നമ്മളിങ്ങനെ ഇടയ്ക്ക് കാണുന്നതൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ലേ, അതൊക്കെ എൻജോയ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ടൈം കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മളെങ്ങും നിർത്താതെ ഇപ്പം തന്നെ നിർത്തി ഗൈസ്. അപ്പോൾ നമ്മളെങ്ങും നിർത്താതെ എന്തായാലും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യസമയം പറയാൻ പറ്റില്ല. എങ്ങും നിർത്താതെ പോയി കഴിഞ്ഞാൽ നമ്മൾ 8:25 ആകുമ്പോൾ അങ്ങ് എത്തുന്നതായിരിക്കും. ഗൈസ്, ആക്ച്വലി നമ്മൾ ഈ ട്രിപ്പ് പോയെന്ന് വെച്ചാൽ April 19 വൈകിട്ട് ഇറങ്ങി, എന്നിട്ട് 20 എക്സ്പ്ലോർ ചെയ്ത് വൈകിട്ട് വരുവാണ് ചെയ്തത്. ബട്ട് ഞാൻ ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആയതിന് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളതിൻ്റെ മടിയെന്ന് സുഹൃത്ത് എൻ്റെ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഗൈസ്, എനിക്കിപ്പോൾ ഒരു കട്ടിൽ മതി, കട്ടിലേ മാറി കിടക്കുക എന്നാണ് വെക്കേഷൻ ആയപ്പോൾ എൻ്റെ പരിപാടി. അപ്പോൾ അതാണ് നല്ല നല്ല കാഴ്ചകളുണ്ട്. ഇതൊക്കെ എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടണമെന്നൊക്കെ അപ്പം തന്നെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഷോർട്ട് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടാമല്ലോ. അങ്ങനെ ഷോർട്ട് ഇട്ടിട്ട് മടി പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം റെയിൽവേ ട്രാക്കൊക്കെ കഴിഞ്ഞു ഒരു നൈറ്റ് 9 o'clock ഒക്കെ ആയപ്പോൾ ഈരാറ്റുപേട്ടയിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മുകളിലോട്ട് മലയിലോട്ട് കയറുന്ന ടൈമിൽ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ രാത്രിയിൽ പോയാൽ പറ്റത്തില്ല. അതുമല്ല, അവിടെ നിന്നും അധികം ആളിലൊക്കെ രാത്രി കാണാൻ ചാൻസ് വളരെ കുറവാണ്. ഇങ്ങനെ ഒരു റോഡൊക്കെ ആയതുകൊണ്ട് നൈറ്റിലധികം വണ്ടിയും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ റിവ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്ന് റൂം എടുത്തിരിക്കുന്നത്. റിവ എന്ന് പറഞ്ഞ റെസിഡൻസിയിലാണ് നമ്മൾ വന്ന് റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി റൂമാണ് ഗൈസ്. നമ്മൾ 204 താമസിച്ചിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ചെടുത്തത് 700 rupees ഒരു റൂമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ 1000 rupees വരുന്നത്. ബട്ട് അതിനെക്കാട്ടിയും മികച്ച ഫെസിലിറ്റീസാണ്. എക്സ്പെഷ്യലി ബെഡിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ നല്ല ബെഡാണ്. അതുപോലെ തന്നെ മിറർ, ഞാൻ അവിടെ പോയപ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ ഹൈറ്റിനുള്ള മിററല്ല, ഇതെൻ്റെ ഹൈറ്റിന് പറ്റിയ മിററാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷെൽഫ് ഒരു 2 ഷെൽഫ് വരുന്നുണ്ട്. അതായത് അപ്പുറം ഇപ്പുറമായിട്ട് 2 ഡോർ വെച്ചിട്ട് 2 ഷെൽഫ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴെയും നമുക്ക് 2 കബോർഡ് മാതിരി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തോ കർട്ടനൊക്കെ ഇരിക്കുന്നത്, എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ നമ്മുടെ കട്ടിൽ ചെറിയ പുതപ്പായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുതപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 പില്ലോ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. വെൽ ക്ലീൻഡ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ് ഗൈസ്. അതുപോലെ നമ്മുടെ തുണിയൊക്കെ ഹാങ് ചെയ്യാനുള്ള സാധനം. നമ്മൾ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ദാണ്ട് ഈ ഒരു സോപ്പിൻ്റെ സംഭവമൊന്നും ഇല്ലായിരുന്നു, സോപ്പ് വെക്കാനുള്ള സാധനമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ സോപ്പൊക്കെ കുളിക്കാൻ നേരം വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. ബട്ട് ഇവിടെ സോപ്പും ബ്രഷും ഒക്കെ വെക്കാനുള്ള ആ ഒരു സെറ്റിങ്സും ഉണ്ട്. ആൻഡ് ഹീറ്ററുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ റിസപ്ഷനിൽ വിളിച്ചാൽ ഹീറ്ററുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല ഗൈസ്, നമുക്ക് ഷവറും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേണ്ട മിററും പിന്നെ ഇവിടെ മിറർ ലൈറ്റും ഉണ്ട്. പക്ഷേ
പക്ഷെ അത് വർക്കിംഗ് അല്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതേൻ്റെ നമുക്ക് ഇവിടെ നിക്കൂച്ചൻ ഇതൊക്കെ ഓണാക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടെ ഗൈസ്. ഇവിടെ നല്ല പൊടിമഴയുണ്ട്. ഫോണിൽ വെള്ളമാവുമോ എന്നുള്ള നല്ല പേടി എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടൊന്ന് അതെ ഞാൻ മുള്ളിയോട്ടാണ്. നമ്മളെടുത്ത റൂം അടിപൊളി. രണ്ട് കുഞ്ഞുങ്ങൾ, എൻ്റെ വീട്ടിലെ 2 ശിശുക്കൾ ഇരിക്കുന്ന മസാല ദോശ. അതുകൊണ്ട് എൻ്റെ സാധനം വന്നിട്ടില്ല. ബട്ട് മീമി നിക്കൂച്ചനും മീമി ചപ്പാത്തി അല്ലേ, ചപ്പാത്തി നിക്കൂച്ചൻ പൊറോട്ട. ഓക്കെ, അപ്പോൾ അതാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ദെൻ ദേ ആർ ഗോയിങ് ടു ഈറ്റ്. എങ്ങനെയുണ്ട് നിക്കൂച്ച? ഹൗ ഇസ് ദി ഫുഡ്? ടേസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു വാപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗൈസ്, നമ്മുടെ റൂം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മൾ കഴിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ പേരൊന്നും എന്നോട് ഇരിക്കുന്നത്. എൻ്റെ പടച്ചോനെ, ഇത് ആർക്കാണ്? ശരി തന്നെ. ഇത്ര കറി, ഇത് അടിപൊളി സാധനം. ഇത് നല്ല പുളിയൊക്കെ എടുത്തിട്ട് അടിപൊളി. ഇന്ത്യൻ HP എന്തായിരുന്നു? ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ റൂം. ഇതുണ്ട് 24 hours. യു ക്യാൻ കോണ്ടാക്ട് ഇൻ ദിസ് നമ്പർ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ലഗേജ് ഒക്കെ എടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടു, റിസപ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈവാന്നാണ്. അപ്പോൾ കണ്ടു ഗൈസ്, ഇതാണ് നമ്മുടെ കോണ്ടാക്ട് നമ്പർ. ഇവിടെ കോണ്ടാക്ട് നമ്പർ. ഗൈസ്, ഇനിയിപ്പോൾ എനിക്ക് റൂമിൽ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. കണ്ടു ഗൈസ്, ട്രോഫിയൊക്കെ മേടിച്ച് വെച്ചിട്ടുള്ളത്. അതെ അതെ, ഹൊയ് ഹൊയ്. നമ്മൾ 2nd ഫ്ലോറിലാണ് നമ്മുടെ റൂം. അയ്യോ, ഫുഡ് കഴിച്ചിട്ട് കയറിയതുകൊണ്ടാണ് വല്ലാത്തൊരു ക്ഷീണം. ഓക്കെ, റൂം 304. ഇതാണ് ഫുഡിനൊക്കെ കുറച്ച് റേറ്റാണ് അല്ലേ മിനി? 13 രൂപ പൊറോട്ട. ഇതാണ്. ഇത് നമ്മൾ AC റൂമാണ്, പക്ഷെ നമ്മൾ നോൺ AC ആണ് എടുത്തിരിക്കുന്നത്. കാരണം അത്യാവശ്യം ഓക്കെ ഗൈസ്, ഇവിടുത്തെ മിററാണിത്. നിങ്ങൾ കാണാൻ നേരത്തെ ഉറക്കത്തിന് ശേഷം ഞാനും നിക്കൂച്ചനും ഇവിടെ കുളിച്ച് ഫ്രഷ് ആയിരിക്കും. മഴ എടുത്തില്ലല്ലോ. ഇത് കണ്ടോ എൻ്റെ മഹാൻ ഇന്ന് എന്തോ തിന്നുന്ന ഏത്തപ്പഴം. അപ്പം ഇന്ന് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോണ.
അടിപൊളി റൂമായിരുന്നു, രക്ഷയില്ല, സൂപ്പർ അടിപൊളി റൂമായിരുന്നു. അപ്പം ബാക്കി നോക്കാം. ഇവിടെ ചാർജിങ്ങിൻ്റെ അടി നടക്കുവാണ്. ഞാൻ ആദ്യമേ ഫോൺ കൊണ്ട് കുത്തിയിട്ട് ചാർജാക്കി. നമുക്ക് നല്ല ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ അങ്ങനെ ഞങ്ങൾ ഗെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകാൻ പോവാണ് അല്ലേ മിമി? Let's start our trip. അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം 7:58 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഫുഡ് കഴിക്കാനുള്ള വിശപ്പൊന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ രാവിലെ ഒരു ബനാന കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഏത്തപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിശപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴേ കഴിക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി ഗൈസ്, ഇങ്ങനെ റബ്ബർ തോട്ടത്തിൻ്റെ ഒക്കെ നടുക്ക് വീട് കണ്ടോ, നല്ല വീട് കാണാം. അവരുടെ വീട്ടിലോട്ട് കയറി പോകാൻ തന്നെ ഒരു നല്ല വൈബോസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഒരു കുരിശുപള്ളി, അത് നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. പള്ളിയിൽ കുമ്പസാരമാണോ മിമിയെ? ഇന്നെന്തോ പ്രാർത്ഥനയായിരിക്കുമല്ലേ, എനിക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയൊക്കെ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക ഹോട്ടലും അവധിയാണ്. നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ എന്ത് വിശപ്പായില്ല. ഉമ്മാടെ തന്നായിരുന്നല്ലോ ഉമ്മാടെ ഫോൺ. മിമിയെ കണ്ടോ? മിമി ചുണ്ടലി ആയല്ലോ, കയ്യ. ഒരു ഹോട്ടൽ കണ്ടു, നമ്മൾ അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും ഇവിടെ ഓപ്പൺ അല്ല, എല്ലാം അടച്ച് പൂട്ടിയിട്ടൊക്കെ. കാരണം ഇന്ന് ഒരു ഭയങ്കര സെലിബ്രേഷൻ രീതി. അവിടുന്ന് വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ? അതുകൊണ്ട് ഒരു കോഫി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. അടിപൊളി ഗായ്സ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ ചെടിയൊക്കെ നട്ടുപിടിച്ചു. നമ്മളിങ്ങനെ ഒരു റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഗൈസ്? രമണീയമായ സ്ഥലം. ഇതൊക്കെ കാണുമ്പോ ഇവിടെ താമസിക്കണം, പക്ഷെ എനിക്ക് വലിയ പേടിയാണ് ഈ വളവും തിരിവും. നമ്മുടെ നാടിന്റെ അത്ര കാണാൻ പ്രകൃതി ഭംഗിയുണ്ട്, അടിപൊളിയാണ് ഇവിടെ എൻജോയ്മെന്റ്. ഗൈസ്, ഇത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാണ്ട് ഒട്ടും ഈ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് വണ്ടി അത്രയ്ക്ക് സൈലൻ്റ് ആയിട്ട് വണ്ടിയുടെ സൗണ്ട് മാത്രം കേൾക്കുന്നത്. എൻ്റെയോ നിക്കുച്ചൻ്റെയോ മീമിയുടെയോ സൗണ്ട് കേൾക്കുന്നില്ല. ബിക്കോസ് മിമി വീഡിയോ എടുക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വലിയ വളവ് ഓപ്പോസിറ്റ് വണ്ടി വരുന്നത്, ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഇതൊക്കെ ഭയങ്കര പേടിയായിട്ടുള്ള ഒരു കാര്യമാണ്. മീമിയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല പേടിയാണ്. പക്ഷേ കൂട്ടത്തിൽ ഈ ഒരു ട്രാവലിങ്, അതായത് വണ്ടി ഓടിക്കുന്നതിൽ ധൈര്യം നിക്കുച്ചന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ബാക്കിയുള്ള അഡ്വഞ്ചറൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പേടിയുടെ ലെവൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് മീമി, സെക്കൻഡ് ഞാൻ, തേർഡ് നിക്കുച്ചൻ. അങ്ങനെയാണ്. ഏറ്റവും ധൈര്യശാലി ഞങ്ങളുടെ കൂട്ടത്തിൽ നിക്കുച്ചൻ തന്നെയാണ്, വേറെ ആരുമില്ല. പിന്നെ ഈ കാട്ടിൽ കൂടിയുള്ള യാത്ര അത് അടിപൊളി തന്നെയാണ്. കണ്ടത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ ഒരു ഫീലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആ ഒരു സംഭവത്തിന് ശേഷം ഭയങ്കര പേടിയാണ്. അതിവൻ എവിടാണെങ്കിലും പോലും. ഇപ്പം നമ്മുടെ ഈ ഒരു നാട് ഒഴിച്ച് ബാക്കി എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള വലിയ വളവൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഷൻ വരും. അതെന്തുകൊണ്ടാണ്, അത് എനിക്ക് മാറ്റിയെടുക്കണം. ഇനി ഞാനൊരു ഡ്രൈവിങ് ഇതിലോട്ടൊക്കെ കടക്കുമ്പോൾ മാറുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അത് അപ്പോഴല്ലേ, ഇനിയും വർഷങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നല്ല നല്ല കാഴ്ചകളാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഈ വീടൊക്കെ വെച്ച് താമസിക്കാൻ ഞാൻ സമ്മതിക്കണം. കാരണം ഒരു വീട്ടിലോട്ട് കയറണമെങ്കിൽ
മുകളിലോട്ട് ഒരു കുത്തനെ നടക്കണം. അമ്മാതിരി കയറ്റമാണിത്. ഇവരൊക്കെ സമ്മതിക്കും. നമ്മളിവിടെയൊക്കെ വന്ന് താമസിച്ചാൽ നമ്മുടെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ അതായത് ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ ഡിസീസസും ഒറ്റ അടിക്ക് മാറും. കാരണം ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ആ ഒരു നമ്മുടെ ബോഡിയിലുള്ള എല്ലാം ബേൺ ചെയ്ത് പോവാണ്. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ആരോഗ്യവാന്മാരാണ്. നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ ഉള്ള ആരാണെങ്കിലും ഇപ്പോൾ അവരാണെങ്കിൽ അവരുടെ ബോഡി നമുക്ക് സ്ട്രക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവർ ഓവർ വെയ്റ്റഡോ ഇല്ലെങ്കിൽ തീരെ മെലിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ഓവർ വെയ്റ്റഡോ ഇല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട്, അതായത് നടക്കാൻ വയ്യ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാരല്ല. അങ്ങനെ ഉള്ളവരും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാരും അവർ ഭയങ്കര എനർജറ്റിക് ആണ്. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവരെല്ലാം ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങൾക്ക് അവർ മുടക്കമൊന്നും വരുത്തുന്നില്ല. ആൻഡ് നമ്മളൊക്കെ ഈ ഒരു ട്രക്കിംഗ് ഒക്കെ പോകുന്ന സമയത്ത്, മുകളിലോട്ടൊക്കെ കയറുന്ന സമയത്ത് ഒരു മാക്സിമം പോയാൽ 15 മിനിറ്റ്, അത് കഴിയുമ്പോൾ നമ്മളൊക്കെ ടയേർഡായ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാണ്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. ബട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു 1 hour കണ്ടിന്യൂസ്ലി അങ്ങനെ കയറിയാലും ദേ ഹാവ് നോ പ്രോബ്ലം. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിച്ച് അതൊക്കെ അവരുടെ ഒരു ലൈഫ് പാറ്റേൺ ആയി മാറിക്കഴിഞ്ഞു. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മളിപ്പോൾ അവിടെ സെറ്റിലാവാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു വ്ളോഗറെ കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരിക്ക് ഊട്ടിയിൽ സെറ്റിലാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടെ പോയി സെറ്റിൽ ചെയ്ത് താമസിക്കുന്ന അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ ഒക്കെ നമ്മൾ പോയി സെറ്റിലാവുകയാണെങ്കിൽ നമുക്ക് അതുപോലൊരു ലൈഫിലോട്ട് ചേഞ്ച് ആവാൻ പറ്റും, അത് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പേടി കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു ടെൻഷനുള്ളത്. അല്ലാണ്ട് വേറൊന്നുമല്ല, ബാക്കിയെല്ലാം ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഗ്ലാസ് ബ്രിഡ്ജ് കയറാനുള്ള ഒരൊറ്റ ആഗ്രഹത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, വഴിയിൽ കാണുന്ന എന്ത് സാധനം കണ്ടാലും അത് ഒരു ചെറിയൊരു മാർക്കടയാണ് നമ്മൾ കണ്ടാൽ നമുക്കത് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അവിടെ നിർത്തിയിട്ട് അവിടെ എന്തുവാണോ കാണാനുള്ള അതെല്ലാം കണ്ടിട്ട് നമ്മൾ ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അതുപോലെ അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗായ്സ്. നമ്മുടെ മിമ്മി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി ഓടിക്കാതിരിക്കത്തുള്ളൂ. ബട്ട് നമ്മുടെ നാഷണൽ ഹൈവേയിൽ കൂടി മിമ്മി ഒരു പ്രോ ഡ്രൈവറാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഓടിക്കും. ബട്ട് കൂടുതലും മിമ്മി നിക്കുച്ചനെ കൊണ്ടാണ് ഓടിപ്പിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കൂടുതലും ഇപ്പോൾ മീമിയും നിക്കൂച്ചനും ഉണ്ടെങ്കിൽ നിക്കൂച്ചനായിരിക്കും കൂടുതലും വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ നിക്കൂച്ചൻ ടയേർഡാവുന്ന സമയത്ത് നിക്കൂച്ചൻ പറയണം മീമിയോട് വണ്ടി ഓടിക്കാം, അപ്പോൾ മാത്രമേ ഓടിക്കത്തുള്ളൂ. അത് മാത്രമല്ല, മീമി നോർമലി നല്ലോണം വണ്ടി ഓടിക്കും. ചിലരൊക്കെ പറയത്തില്ലേ പെണ്ണുങ്ങളാകുമ്പോൾ തുഴഞ്ഞാൽ പോകുന്നത്, ഇല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആണ്, ഈ കാറിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഴഞ്ഞാൽ പോകുന്നതെന്ന്. മീമിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു പ്രശ്നമേ ഇല്ല. മീമി 80-ലും 120-ലും ഒക്കെ അടിച്ച് കത്തിച്ചാണ് വിടുന്നത്. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് വാഗമൺ എന്ന് വെച്ചാൽ. വരുമ്പോഴത്തേക്കും വെളുപ്പിനെ ഇറങ്ങിയിട്ട് രാവിലെ ഈ ഒരു റോഡിലൂടെയൊക്കെ, അതായത് ഇങ്ങനെ ഈ വളവും തിരുവുമലയുടെ മുകളിലോട്ട് കയറാൻ ശ്രമിക്കുക. കാരണം എന്നാലേ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂ ഗൈസ്. അപ്പുറം ഫുള്ള് പാറയാണ്, പക്ഷെ ആ പാറയൊക്കെ 19 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ ചൂരൽമല എനിക്ക് തോന്നുന്നു എവിടെയോ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ 90 ഡിഗ്രി ന്യൂസിലാണെന്ന് തോന്നുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹോൾ ഇടും, അത് നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നീരറവ പോലെ വരുന്നത്. പിന്നെ ഇങ്ങനെ നല്ല മരങ്ങളും ഗായ്സ്, ഒരു പ്രത്യേക തണുപ്പാണ്. അതുപോലെ തന്നെ ഈ മലയുടെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും കാതടയുന്നത്, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത്, എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഇത് അടഞ്ഞിട്ട് ഇങ്ങനെ തുറയുമ്പോൾ ഒരു കുടുക്കോ എന്നൊരു സൗണ്ട് കേൾക്കുക, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ വണ്ടിയുണ്ട്, അപ്പോൾ നമ്മൾ ഓവർടേക്ക് ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ ഈ ഒരു മലയുടെ ആ സൈഡിൽ കൂടി ഓടിക്കുമ്പോൾ നിക്കൂച്ചൻ ഈസ് എ വെരി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഡ്രൈവർ. ബിക്കോസ് ഓവർടേക്ക് ഒന്നും ചെയ്യാതെ നല്ല കുട്ടപ്പനായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ
അപ്പോൾ മറ്റേ ആൾ സൈഡ് ഒതുക്കി ഗൈസ്. അപ്പം നമ്മൾ മുന്നോട്ട് കയറിയിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവർക്ക് അവിടെ ഇപ്പോൾ ഫോട്ടോസ് എടുക്കാനോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊക്കെ ഒതുക്കും. അപ്പോൾ നമ്മളും അതുപോലൊക്കെ ചെയ്യും. ഇങ്ങനെ ഫോട്ടോസ്, കൂടുതലും ഫോട്ടോസാണ്. ശരിക്കും വാഗമണ്ണിൽ പോയപ്പോഴത്തേക്കും ഫോണിൻ്റെ സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുള്ളായി. പിന്നെ ഞാൻ എല്ലാം മീമിയുടെ ഫോണിലോട്ട് സെൻഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു വണ്ടർഫുൾ കാഴ്ച തന്നെയാണ്. എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണ് വാഗമൺ. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ ഒരു സ്ഥലവും കാണാതെ പോയിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചേക്കുന്നത്. എൻ്റെ ഒരു പോളിസി അതാട്ടോ. നമ്മൾ മാക്സിമം നമ്മുടെ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നാളെ നമുക്ക് ചിലപ്പോൾ അതൊന്നും ഉപകാരപ്പെട്ടെന്ന് വരത്തില്ല. ചിലപ്പം നമ്മൾ ഈ പോകുന്ന യാത്രയിൽ നിന്ന് കിട്ടുന്ന പല അനുഭവങ്ങളും നാളെ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പല സാഹചര്യങ്ങളിലൂടെയും പല മനുഷ്യന്മാരിലൂടെയും പല സ്ഥലങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയും നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന മോശം കാര്യങ്ങളിൽ നിന്ന് മാറി ഒരു അടിപൊളി ലൈഫിൽ നമുക്ക് കുറച്ചുകൂടി തിങ്ക് ചെയ്യാൻ പറ്റും. ട്രാവലിംഗ് ആൻഡ് റീഡിങ് ഈസ് എ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് എവ്രി വൺ. ഇപ്പോൾ ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റിയാണ്. കാരണം ഒരു ബുക്ക് വായനയിലൂടെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഒരു ട്രാവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ട്രാവലിങ്ങിൽ നിന്ന്, ആ ഒരു ജേർണിയിൽ നിന്ന്, ഒരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എഴുത്തുകാരൻ്റെ ആ ഒരു ഇതിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുപോലെ തന്നെ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാനും അത് കുറച്ചുകൂടി എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഒരു അവസരം കിട്ടും. അപ്പോൾ ഒരിക്കലും ഇതൊന്നും ആരും മറക്കരുതെന്ന് വെച്ചാൽ ആരും മറക്കാത്ത ഒരു അനുഭവങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കണ്ടേ മൊട്ടക്കുന്നിൻ്റെ ഫ്രണ്ടിലെത്തി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മെത്തോൾസ്. അങ്ങനെ നമ്മൾ പച്ച മലയാളത്തിൽ മൊട്ടക്കുന്നിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കയറാനായിട്ട് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 15 രൂപയും 13 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ളവർക്ക് 25 രൂപയാണ്. 65 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ളവർക്ക് കുറഞ്ഞ റേറ്റാണ്. അത് നോക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ വന്നതാണ്. ഞാണ്ട നിക്കൊച്ച കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ടോയ്ലറ്റിൻ്റെ മുന്നിൽ കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കണം. അപ്പോൾ ഒരു ചോട്ടാവായി കണ്ണാടി വെച്ചപ്പോൾ നിക്കുവെച്ചിട്ട് എൻ്റെ കണ്ണാടി അടിച്ച് മാറ്റിയോടാ നീ ഇതൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ലെവലിലൊക്കെ നിർത്തിയേക്കുന്നതെന്നൊന്നും തോന്നത്തില്ല. ഇതിങ്ങനെ വല്ലാണ്ട് വളർന്ന് നിൽക്കുകയാണ്. അതുപോലെ ഒരു ചെടി, പക്ഷേ അത് നല്ല സീനറി എന്ന് വെച്ചാൽ ക്ലോസപ്പിൽ എടുക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. പിന്നെ മൊട്ടക്കുന്നാണ് നിങ്ങൾ ഇതിൻ്റെ പുറകിൽ കാണുന്നത്. ഇങ്ങനെ മൊട്ടയായിട്ടൊന്നും. അപ്പോൾ ഗൈസ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാഗമൺ മൊട്ടക്കുന്നുകളിൽ ഇടിമിന്നലേറ്റ് അപകടം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ആയതിനാൽ മഴയുള്ള സമയത്തോ മഴയുടെ ആരംഭ സമയത്തോ ടൂറിസ്റ്റുകൾ മൊട്ടക്കുന്നുകളിൽ കയറി നിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞ് ദാണ്ടെ കപ്പിൾസ് അങ്ങ് നടന്നു പോകുന്നു. ഇവരിപ്പോഴും പണ്ടത്തെ നൊക്ലാച്ചിയൊന്നും വിട്ടിട്ടില്ലെന്നാ തോന്നുന്നത്. കൈയും ഒക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ട്. ആൽബത്തിൻ്റെ ഷൂട്ട് പോലെ ഉണ്ട്. എന്ത് പറയുന്ന കേട്ടോ, തിരിഞ്ഞു വരുമ്പോൾ ഒരു വീഡിയോ എടുത്തേരെ. എന്തൊക്കെ ആഗ്രഹം ആ രണ്ടിനും ഒന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ അങ്ങൊന്നും എടുത്തിട്ടില്ല. എനിക്കൊച്ചേണ്ട അതാണ് കേസ് ഈ പറയുന്നത്. പിന്നെ ഇവിടെ സൈക്ലിംഗ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവമുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും മീൻ പറഞ്ഞു വേണ്ട അഡ്വഞ്ചർ പാർക്കിൽ കയറാമെന്ന്. പക്ഷെ അഡ്വഞ്ചർ പാർക്കിൽ എനിക്ക് കുറച്ചുകൂടി ഡേഞ്ചറായിട്ട് തോന്നി. പിന്നെ എൻ്റെ മീമിയുടെ പേടി കാരണം എന്നെ കയറ്റിയില്ല എന്നും കൂടി വേണമെങ്കിൽ പറയാം. അങ്ങനെയും പറഞ്ഞാൽ അതും സത്യമാകുമല്ലോ. അത് കഴിഞ്ഞ് ഇതാണ് ഗൈസ് നമ്മുടെ മുട്ടക്കുന്ന്. അൽ മുട്ടഹ വൽ മുട്ടഹ. ഈ മൊട്ടക്കുന്ന് എഗ്ഗ് കുന്ന് എന്നും പറയും ആയിരിക്കും. മെഡോസ് എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ചളിയല്ലേ, തോന്നിയില്ലേ? എനിക്കും തോന്നി, വേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നിക്കൂച്ചൻ കണ്ണാടിയൊക്കെ വെച്ചിട്ട് കൊച്ചായ വിളിച്ചു കാണിച്ചപ്പോൾ കൊച്ചാ ചിരിച്ച് കളിയാക്കിയൊരു പരിവായി. പിന്നെ നമ്മളങ്ങോട്ട് നേരത്തെ പറഞ്ഞ ഈ ഒരു നാട്ടുകാരുടെ എനർജിയൊക്കെ എടുത്തങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒരു സാധനം അവിടെ പിറക്കുന്നു. ആദ്യം വിചാരിച്ച പരുന്തായിരിക്കുന്നു. പിന്നെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായി ഇവിടുത്തെയൊക്കെ പട്ട ആ രൂപത്തിലാണ്.
അങ്ങനെ ഞാൻ വീണ്ടും ചമ്മി ഗൈസ്. വീണ്ടും കയറി ഞാൻ പോകുന്നുണ്ട്. ഓടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ മടി എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഇപ്പം എൻ്റെ ഒരു മെയിൻ ഹോബിയാണ് മടി. വേറെ എന്തിനെക്കാട്ടും എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ഹാബിറ്റും അതാണ്. ചുമ്മാ കട്ടിലേ മാറി കിടക്കുക, ഇങ്ങനെ അങ്ങ് നടക്കുക. പിന്നെ ഈ വാഗമൺ പോയപ്പോൾ കുറേ എക്സ്പ്ലോർ ചെയ്തു, അപ്പോൾ അതൊരു ഹാപ്പിനെസ് ഉണ്ട്. ഇനി എനിക്ക് സ്കൂൾ തുറക്കുന്നവരെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് എനിക്കിങ്ങനെ ഭയങ്കര അലർജി ഉള്ളൊരു കാര്യമാണ്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇനിയും ഫുള്ള് മൂഡ് ഓഫ് ആണ് ഗൈസ്. ഞാൻ അടിയായിരിക്കും എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. എനിക്ക് ഇങ്ങനെ വീട് മൊത്തം അടുക്കി പറക്കി വെക്കുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്കെല്ലാം ഭയങ്കര മെസ്സിയായിട്ട് കിടക്കണം, എന്നിട്ട് അതൊന്ന് വീണ്ടും അടുക്കി വെക്കണം, എന്നിട്ട് വീണ്ടും മെസ്സിയാക്കി ഇടണം, വീണ്ടും അടുക്കി വെക്കണം. പക്ഷെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ അത് നടക്കത്തില്ലല്ലോ. അപ്പം മീമിക്ക് കുറച്ച് സമാധാനമുണ്ട് ഗൈസ്. അതായത് മീമിക്ക് എന്നെ വഴക്കുറയുന്നതിൽ കുറച്ച് സമാധാനമുണ്ട്. ഇവിടെ ഒന്ന് നോക്കിയിട്ട് എനിക്ക് മൊട്ടക്കുന്നായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എങ്ങനെയാ അതിന് മൊട്ടക്കുന്ന് എന്ന് പേര് വന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ആ മുട്ടയുടെ മുകളിലത്തെ ഭാഗമാണെങ്കിൽ ഇങ്ങനൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. മുട്ട ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് നമ്മൾ ദാണ്ടെ മുട്ടക്കുന്നിൽ നിന്ന് ഒരു വശം കയറി അപ്പുറത്തെ വശം ഇറങ്ങി. ഇതാണ് നമ്മുടെ കലാപരിപാടി. അപ്പോൾ മീൻ പറഞ്ഞു വ്യൂ ഇട്. അങ്ങനെ വ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഫ്രണ്ട് നടക്കുന്നുണ്ട്. ആ കാണുന്നതാണ് തങ്ങൾപ്പാറ. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട് കുത്തനെ ഒരു കയറ്റുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് നടന്നാണേലും പോവാം. പക്ഷെ ഇപ്പം അവിടെ ഉറൂസ് നടക്കുകയാണ്. അതുകൊണ്ട് വൺ വേ ആണ്. നമ്മൾ വണ്ടി കൊണ്ട് ചെന്നാൽ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊക്കത്തില്ല. അതുപോലെ തന്നെ വേണ്ട ചോട്ടാ ഭീംസിൻ്റെയൊക്കെ കുഞ്ഞി ബോട്ടിങ്, അവരുടെ കുട്ടി കയാക്കിങ് എന്നൊക്കെ പറയാം. ഇത് കയാക്കിങ് അല്ല, ഇത് അപ്പുറം ഇപ്പുറം വീലിട്ട് തുഴയുന്ന പരിപാടിയാണ്. പണ്ട് ഞാനും ഇത് ആലപ്പുഴ ബീച്ചിൽ കുറേ കളിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഇൻ്റർലോക്കിലേക്ക് ചാടിയിട്ട് വീണ്ടും നടക്കുകയാണ്. ഇനി തോണ്ടേ ലങ്ങൊരു സ്ഥലം കാണില്ലേ, അവിടാണ് നമ്മുടെ അഡ്വഞ്ചേഴ്സൊക്കെ ഉള്ളത്. ലൈക്ക് സിബ് ലൈൻ, സൈക്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും കുഞ്ഞു കുട്ടി വന്നിട്ട് കുഞ്ഞു കുട്ടിക്ക് മരത്തെ ചാരി ഇന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കുമ്പോൾ ഒരാളിലൂടെ പോസും ചെയ്തു. ഇനി അങ്ങനെ പാവത്തിന് ഫോട്ടോ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് ചെന്നപ്പം കുറേ ആൾക്കാർ ഈ ഒരു വാഗമൺ മെഡോസിൽ നിന്നിട്ട് സിബ് ലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൈക്ലിങ്ങിനെക്കാട്ടി ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത് സിബ് ലൈനാണ്. നല്ല രീതിക്ക് നല്ല ആ ഒരു വ്യൂ, നല്ല ഭംഗിയാണ്. ഹെലിക്യാമൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ കൊണ്ടുവന്നതാണോ അവിടെ ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ഒരു അടിപൊളിയാണ്. അവരൊക്കെ ഇരുന്ന് പോകുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ അത് കയറിയാലേ അറിയത്തുള്ളൂ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എത്രത്തോളമാണ്. പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാം ഫ്ലോപ്പായിപ്പോയി ഗൈസ്. അത് അങ്ങനെ തന്നെ പറയാം. അങ്ങനെ ആ ചേച്ചി അങ്ങ് എത്തി ഗൈസ്. കാണാൻ പോലും വെള്ളി ആകാശം മാത്രം അങ്ങ് എത്തി ആ ചേച്ചി. പക്ഷേ സൂപ്പർ. ആ ഒരു ചിലരൊക്കെ കൈ വിട്ടിട്ടൊക്കെ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ കുറേ വഴിയും പുഴയും ഒക്കെ താണ്ടി പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു കുന്നിൻ്റെ ഇറക്കമാണ് കേട്ടോ. പക്ഷെ നല്ല സ്ലോപ്പ് പോലുള്ള ഇറക്കം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൂക്ഷിച്ച് വേണം നടക്കാൻ. അപ്പോൾ ഞാൻ താണ്ട കുന്നിൻ്റെ മുകളിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം. കാരണം വലിയൊരു കുന്നായിരുന്നു. അത് കയറിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സ്റ്റാമിനയൊക്കെ പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ അതേണ്ട ഒരു ചേച്ചി കൈയൊക്കെ വിട്ടിട്ട് സിബ് ലൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സൈക്കിൾ ചവിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഈ ചേച്ചിക്ക് അങ്ങ് സൈക്ലിങ്ങിന് കയറിയാൽ പോരെ, സിബ് ലൈനും കയറിയിരുന്ന് സൈക്കിൾ ചവിട്ടുന്ന ചേച്ചിയെ ഞാനതായിട്ടാണ്. എന്നിട്ട് കൈയൊക്കെ വിട്ട് സർക്കസ് കാണിക്കുന്നുണ്ട്. എങ്ങാണം പൊട്ടി താഴെ വീണാൽ തീർന്നു. നെഗറ്റീവ് അടിക്കാനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പൈൻ വാലിയുടെ അവിടെ വന്നിട്ട് ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഇവർ ഷുഗർ ഫ്രീ ഐസ്ക്രീമാണ് കഴിച്ചിരിക്കുന്നത്. അതായത് നോർമൽ മിൽക്കിൻ്റെ ടേസ്റ്റും ഒട്ടും ഷുഗർ വരാണ്ട് എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഉള്ള ആ ഒരു ഐസ്ക്രീമായിരുന്നു. ഞാൻ ഒരു കോണ്ടോപ്പാണ് കഴിച്ചത്.
തിരക്കുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു വികാരമാണ്. അത് കഴിഞ്ഞ് എന്നാ തിരക്കാന്നറിയാം അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇടിച്ചും തല്ലിയും കുത്തിയും എല്ലാം ആണ് ഗൈസ് കയറുന്നത്. അങ്ങനെ കയറി ചെന്നപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആണെങ്കിൽ ഇഷ്ടം പോലെ സാധനം. ഇവിടെ 150 അപ്പുറത്ത് 200, പിന്നെ 350 വില. അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഫീസ് റേറ്റ്. മുതിർന്നവർക്ക് ഇവിടെ 30 രൂപ. അതുപോലെ തന്നെ കുട്ടികൾക്ക്, അതായത് 12 വയസ്സ് തൊട്ട് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ളവർക്ക് 15 രൂപ. 65 വയസ്സിന് താഴെയുള്ളവർക്ക് 25 രൂപയാണ് വരുന്നത്. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഓരോരുത്തരെ ടിക്കറ്റ് എടുക്കാനുള്ളവരെയൊക്കെ ഒരു വഴി കൂടിയും പിന്നെ തിരിച്ചു വരാനുള്ളവരെയൊക്കെ ഒരു വഴി കൂടിയാണ്. എനിക്ക് പൈൻ വാലി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ബിക്കോസ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ സംസാരം കൊണ്ട് ഉള്ള മൂടുകൂടി പോകുമെന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. നമ്മുടെ മറ്റേ മൂന്നാർ നമ്മുടെ കൊടൈക്കനാൽ ടൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കുറുക്ക് വഴി കൂടിയൊക്കെ ഗുണ കേവിൽ പോയ ഒരു കഥ. അതൊക്കെയാണ് എനിക്ക് ഈ ഒരു പൈൻ വാലി കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഇതൊക്കെ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇതൊക്കെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ചയാണ്. കുറേ ഫോട്ടോ എടുക്കാൻ പറ്റി. പക്ഷേ ഇത് ഈ കാണുന്ന ഒരു ഫ്രെയിമിനുണ്ടല്ലോ സ്റ്റാർട്ടിങ് റേറ്റ് 800. അത് ഏറ്റവും ചെറിയ ഫ്രെയിമിന് സിംഗിൾ ആളുടെ, അതായത് സിംഗിൾ ഫോട്ടോയ്ക്കാണ് 800 രൂപ. ബാക്കി എല്ലാത്തിനും വന്നിട്ട് 1000, 1200 അങ്ങനെ റേറ്റ് വലുതാവും തോറും റേറ്റ് കൂടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫോണിൽ ഫോട്ടോ ഒതുക്കി എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് ഗൈസ് നമ്മളിങ്ങനെ ഇതെല്ലാം എൻജോയ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫോട്ടോയും വീഡിയോ എടുത്തത് അഡ്വഞ്ചർ പാർക്കിലും അതുപോലെ തന്നെ പൈൻ വാലിയിലുമാണ്. കാരണം അത്രയ്ക്ക് നല്ല ഭംഗി, നല്ല ഒരു സ്പെഷ്യൽ മൊമെൻ്റാണ് നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. പിടിക്കല്ലേ, പിടിച്ചാൽ ബാലൻസ് പോകും. ബ്ലോക്കാണ്, നമ്മളിപ്പോൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം അഡ്വഞ്ചർ പാർക്ക്, റോസ് ഗാർഡൻ ഇതൊക്കെ കാണാനായിട്ട് എത്തിയേക്കുവാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്, നല്ല അടിപൊളി തിരക്കാണ്. വെക്കേഷനോടായതുകൊണ്ട് പറയുകയും വേണ്ടല്ലോ, അടിപൊളി തിരക്ക്. മേലോട്ട് ചെന്നിട്ടുള്ള വീഡിയോസ് ഇത് ഫ്ലവർ ഗാർഡനാണ്. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു വന്നത് അതിൽ കയറാനായിട്ടാണ്. കാരണം നീ എന്നോട് പറഞ്ഞ വേറെ അഡ്വഞ്ചർ സംഭവത്തിൽ ഒന്നും കേൾക്കത്തില്ല, ഗ്ലാസ് ബ്രിഡ്ജ് വേണമെങ്കിൽ കയറിക്കണം. അതും പോയി കിട്ടി. ചുമ്മാ ടിക്കറ്റ് സ്വപ്നം കണ്ടു വന്നതാണ്, പക്ഷേ ചുമ്മാ ടിക്കറ്റ് എടുത്ത് നമ്മൾ നടക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവിടെ ടിക്കറ്റ് ക്ലോസ് ആണ്, വെക്കേഷൻ ടൈമാണ്, ഭയങ്കരമായ തിരക്ക്. അതുകൊണ്ട് ക്ലോസ് ആയിട്ടുണ്ട് ടിക്കറ്റ്. അതുകൊണ്ട് നമുക്ക് നമ്മൾ നടക്കുവാണ്. വണ്ടി അവിടെ ഇട്ടിട്ട് നല്ല തണുപ്പുണ്ട്. ഇതിലൂടെ നടന്നിട്ട് കാടിനകത്തൂടെ നടന്നിട്ട് നല്ല തണുപ്പ്. ആരോ വരുന്നുണ്ട് ഇവിടെ. ബൈക്കിൽ വന്ന് ഇത് അവിടെ കൊണ്ട് കൊടുക്കും. വാക്കിപ്പോക്കിലെന്താ പറയും.
ആ പെണ്ണിന് പിന്നെ നമുക്ക് എന്താ അതിലെ കൂടെ ഇറങ്ങിയിട്ട് പോനെ ഇല്ലാത്ത അതിലെ കൂടെ അങ്ങ് മേളിൽ അതിന്റെ മേളിൽ കയറണം അതിനും പാസ്സാണ് ഏറ്റവും അതിന് പോകുന്നുണ്ട്. ഗൈസ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറൽ നടന്നില്ല. നമ്മൾ കുറേ ഇതൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു പറ്റത്തില്ല, രാവിലെ തന്നെ വന്ന് ടിക്കറ്റ് എടുക്കണമെന്ന്. പിന്നെ ഇതാണ് റോക്കറ്റ് ജമ്പിങ് അങ്ങനെ കണ്ട അതിന് പറയുന്നത്. പക്ഷേ സാധനം ഉണ്ടല്ലോ വൻ ഡേഞ്ചർ ആട്ടോ. നമ്മൾ മുകളിൽ ഇപ്പോൾ തീരെ വെയിറ്റ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ മുകളിൽ പോയിട്ട് കറക്കിയെടുത്ത് അടിക്കുന്ന സാധനം. അതായത് 1-2 കറക്കം. പക്ഷെ ആ കറക്കത്തിൽ കുടൽ വായി വന്നാൽ തീർന്നു. അപ്പം ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഇത് നമ്മുടെ ഫ്രീ ഫോൾ ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പം ഇവിടെ ഫ്രീ ഫോള് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് നിർത്തി ഫുള്ള് കെട്ടി പൂട്ടി വെച്ചേക്കുവാണ്. ഈ ഫ്രീ ഫോൾ ഇവിടെ നിന്നല്ല, ഇതിൻ്റെ മുകളിൽ 2 നിലയുണ്ട്. അവിടെ നിന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതതിൻ്റെ 2nd ഫ്ലോറാണ്. ഇവിടെ നിന്ന് തന്നെ ഇത്ര ഹൈറ്റ്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് ആടുമ്പോൾ ഉള്ള ഇത് ഭയങ്കര നല്ല ഹൈറ്റാണ് അവിടെ. അപ്പോൾ മീമി വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ കുറേ സൈക്ലിങ്ങിൻ്റെ ഇത് കണ്ട്. അപ്പോൾ എനിക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വെറുതെ ഞാൻ ഭാഗ്യം പരീക്ഷ വേറൊന്നും കൊണ്ടല്ല, മീമിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ അവസാനം പോകാനായപ്പോൾ മീമി കാരണം കയറിയാളാണ്. അപ്പോൾ പിന്നെ എനിക്കൊരു മൂഡില്ല, അപ്പോൾ ഞാൻ കയറിയില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഒന്ന് കയറേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താ ഗൈസ്, ഇപ്പം നല്ല ആഗ്രഹമുണ്ട് കയറാൻ. നൈസാടാ, ഒരു പ്രശ്നമില്ല, വെറുതെ ചവിട്ടി പോയാൽ മതി. നിങ്ങളെക്കാളൊക്കെ സ്പീഡിൽ അവള് പോണത്. നമ്മൾ പേടിച്ചോണ്ട് ഗൈസ്, അങ്ങനെ ഒരു അഡ്വഞ്ചറിലും കയറാൻ പറ്റാത്ത ഞാൻ എൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് കയാക്കിംഗ് എങ്കിലും ചെയ്യണമെന്ന്. ആദ്യം ഞങ്ങൾ സൈക്കിൾ ബോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഒത്തിരി ചവിട്ടാനുള്ളത് കൊണ്ട് അത് റിസ്ക് ആണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ കയാക്കിങ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കയാക്കിങ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കയാക്കിങ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കയറി ഇരുന്നപ്പോൾ എനിക്ക് ഒട്ടും പേടി തോന്നിയില്ല. കാരണം വെരി സേഫായിട്ടുള്ള ഒരു ലൈഫ് ജാക്കറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് വെള്ളം അങ്ങനെ പേടിയുള്ള സംഭവമൊന്നുമില്ല. തുഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിങ്ങനെ തുഴഞ്ഞ് പോയപ്പോൾ നിക്കുച്ച പറയാം, എൻ്റെ മോക്ക് പണ്ട് വലവീശലെങ്ങാനായിരുന്നു ജലിയൻസ് നല്ലോണം തുഴയുന്നുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അങ്ങാ എൻഡ് വരെ പോയി, ഒരു ഡാം പോലെ ഒരു സ്ഥലമുണ്ട്, അവിടം വരെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് വാ.
അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്, നമ്മൾ ഈ കയാക്കിങ് ചെയ്യുമ്പോൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തരുന്നുണ്ട്. നമ്മൾ ലെഫ്റ്റിലോട്ട് തുഴയുമ്പോൾ കയാക്ക് റൈറ്റിലോട്ടായിരിക്കും പോകുന്നത്, ബോട്ട് റൈറ്റിലോട്ടായിരിക്കും പോകുമ്പോൾ കയാക്ക് റൈറ്റിലോട്ട് തുഴയുമ്പോൾ ബോട്ട് ലെഫ്റ്റിലോട്ടായിരിക്കും പോകുന്നത്. അതിൻ്റെ കുഴിഞ്ഞ ഭാഗം നമ്മുടെ ഫേസിന് നേരെയായിരിക്കണം വെക്കുന്നത്. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് അവർ തരും. അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോകണം. പിന്നെ ഇവിടെ പച്ച ഉടുപ്പിട്ട് നിൽക്കില്ലേ, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അയ്യോ ഞാൻ മരിച്ചു പോവേ, അത് നിങ്ങളാരും മരിക്കത്തില്ലേ, ഞാൻ മാത്രമേ മരിക്കത്തോളേ, എനിക്ക് എൻ്റെ ഉമ്മായും വാപ്പായും കാണണേ, നീ എന്നെ കൊല്ലാനാണേ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചയുടെ ഹസ്ബൻഡിനോട് ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഓക്കെ ആയി. ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നിക്കൂച്ചൻ തുഴഞ്ഞ് വീണ്ടും ഞാൻ തന്നെ തുഴഞ്ഞ് അങ്ങനെ കയാക്കിങ് ഞങ്ങൾ 20 മിനിറ്റാണ് നമുക്ക് ഡബിൾ ബോട്ടിന് ഡബിൾ ആൾക്ക് വരുന്നത്, അതായത് 2 പേര് ഇൻക്ലൂഡ് ആവുന്ന ബോട്ടിന് വരുന്നത് 400 രൂപയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തിരിച്ചിറങ്ങി എത്തപ്പോൾ ഷീസ് വെരി ഹാപ്പി. പക്ഷെ പോയപ്പോഴത്തേക്കും ഭയങ്കര നെർവസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിൽ എന്ന് തന്നെ പറയാം. കരഞ്ഞ് ഒരു എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഞങ്ങൾ 3-4 കയാക്കിംഗ് ടീം ഒന്നിച്ചായിരുന്നു പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചിരിച്ചൊരു പരുവായി. പിന്നെ പാൻറ്റയിലൊക്കെ നല്ലോണം വെള്ളമായിട്ടുണ്ട് കാരണം ഈ തുഴഞ്ഞ് ഈ കയാക്ക് ആദ്യം എന്നെ ഇറക്കി വിട്ടിട്ട് പറഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ നിക്കുച്ചനെ ഇറക്കി വിട്ടു. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലവർ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ദാണ്ട് റാബിറ്റാണോ അണ്ണാനാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താണെന്ന് അറിയാമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്ലവർ ഗാർഡനിൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് രാത്രിയിൽ ഇവിടുത്തെ ലൈറ്റൊക്കെ ഇടുന്നത് കാണാൻ നിൽക്കണം എന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ സാധനങ്ങൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലവർ ഗാർഡനിന് കൂടുതലും ഫ്ലവർ തന്നെയല്ലേ. അതെ, നമുക്ക് അങ്ങോട്ട് കയറാം. ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഇതിൻ്റെ വീഡിയോ വേണ്ട, കുഴപ്പമില്ല, കയറിക്കോ. ഇതിനകത്ത് ഷോട്ടിനകത്തുള്ളതൊന്നുമില്ല. കൊതിരിപ്പുണ്ട് സൂക്ഷ്മത കൊണ്ടുവന്നു. ദമ്പതാക്കൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ്. റോസ് ഗാർഡനിലേക്ക് കയറാണ്. മാക്സിമം റോസ് ഗാർഡനിൽ നൈറ്റ് വരാൻ നോക്കും. നിങ്ങളൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇറങ്ങുവാണെങ്കിൽ വൈകിട്ട് വരാൻ പറ്റും. അപ്പോൾ റോസ് ഗാർഡനിൽ കയറാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ബിക്കോസ് രാത്രി ആകുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യമൊക്കെ ഇടും. അപ്പോൾ നമുക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. 2025 കണ്ടോ ഗൈസ്, ഇതേണ്ട ഗിറ്റാർ. I think it's a better spot to shoot the photos. മറ്റേ വെള്ളം ചീറ്റുന്ന സംഭവം
ആണോ? ഞങ്ങള് ദുബൈയിലല്ലായിരുന്നു. വാട്ടർ ഉണ്ടായിരുന്നു. ചായ കുടിക്കാൻ പോണി. ചായ വിത്തൗട്ട് ഇല്ല. എന്തുവാ മിഷൻ്റെ അങ്ങനെ നടന്നിട്ട് വന്നിട്ട് നമുക്കിതില്ല. ഇത് ഇവിടെ ഒന്ന് എടുക്കാമോ? എൻട്രൻസ് എടുത്തു. ഗൈസ്, ഈ റോസ് ഗാർഡൻ എന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. കാരണം ഇതിപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സൺലൈറ്റ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ കറക്റ്റ് ആ ഒരു വിഷൻ കിട്ടത്തില്ല. പക്ഷേ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ടിക്കറ്റ് ചാർജ് കൂടും. പക്ഷേ വ്യൂ അതിന് അടിപൊളിയാണ്. പക്ഷെ ഒരു ബുദ്ധിയുണ്ട്, നമ്മൾ വൈകിട്ട് കയറി കഴിഞ്ഞാൽ രാത്രി കണ്ടിട്ട് പോകാം. പക്ഷെ നമ്മൾ രാത്രി ഒന്നും നിന്നില്ല. കാരണം നമുക്ക് തിരിച്ച് വീട്ടിൽ എത്തേണ്ടത് അനിവാര്യമായിരുന്നു ഗൈസ്. കാരണം നമുക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. അതുകൊണ്ട് വീട്ടിലെത്തലായിരുന്നു നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ അത് തന്നെ ചെയ്തു ഗൈസ്. അതുകൊണ്ട് നമുക്ക് നൈറ്റ് ഇവിടെ നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല മഴക്കോളുണ്ട്. അപ്പോൾ നമ്മൾ വീട് പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഐ ലവ് വാഗമൺ ഇവിടെ പിന്നെ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഐ ലവ് വാഗമൺ ഫുള്ള് കിട്ടണമെങ്കിൽ നമ്മൾ മാത്രമല്ല, പല നാട്ടിലുള്ള ഫാമിലീസ് എല്ലാം കാണും. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഈ ലവിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് ഇപ്പുറത്ത് വന്ന് അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അതൊക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഈ റോസൊക്കെ ഞാൻ ക്ലോസപ്പ് എടുക്കുമ്പോൾ നിക്കുച്ച നേരത്തെ ഒരു വീഡിയോ ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. നിക്കുച്ച ചോദിക്കുക അതിനകത്തെന്തോ കൊതു ഇരിപ്പുണ്ട് ഇത്ര സൂക്ഷിച്ചെടുക്കാൻ. നിക്കുച്ചൻ ചളിയാന്ന് വെച്ചാൽ ഇമാതിരി ചളിയാണ് ഗൈസ്. നിക്കുച്ചൻ്റെ കൂടെ കൂടിയാണ് ഞാൻ ഇങ്ങനെ ആയത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാക്ക് ടു അവർ എൻട്രൻസ് തിരിച്ചു പോവാണ്. അപ്പോൾ ടാറ്റ പറയുകയാണ് ഗുയ്സ്. നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോവാണ്. ഭയങ്കര എന്താ പറയുക, അടിപൊളിയായിട്ട് കാണാനൊക്കെ ഉണ്ട്. പക്ഷേ ഗൈസ് വി ഡോണ്ട് ഹാവ് ഗൈസ്. അപ്പോൾ നമ്മൾ പോവാണ്. വേറൊന്നുമല്ല, ഒന്ന് നാളെ നമുക്ക് വീട്ടിലെത്തേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഗൈസ് നമ്മളൊക്കെ ഞാൻ കുറച്ച് പേരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ചിലരൊക്കെ ഉണ്ട് ഈ വയസ്സായി പ്രായമായി വീട്ടിലിരിക്കുക. ഇവിടെ ഞാൻ കണ്ടതാണ് 80 വയസ്സുള്ള അമ്മമാരും അച്ഛന്മാരും ഇല്ല ഉപ്പമാരും ഉമ്മമാരും ഒക്കെ വന്നിട്ട് മലയൊക്കെ കയറുന്നതെന്ന് കാണണം. നമ്മളെയൊക്കെ കാട്ടിയും സ്റ്റാമിനയാണ് അവർക്ക്. അതൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അടിപൊളി. ഓ ഗായ്സ്, നമ്മൾ ഇപ്പം ഫ്ലവർ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് നാളെ നിക്കുച്ചൻ്റെ ജോലിക്ക് പോകണം. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക ഗൈസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് പെർസെൻറ്റേജ് തീരാറായിട്ടുണ്ട്. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ വാഗമൺ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി ഞങ്ങൾ കാണാൻ ഏതെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഒരു തവണ കൂടി വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്നിപ്പോൾ തിരിച്ചു പോകുന്നത് അത് തന്നെ. ഇനിയിപ്പോൾ ഈ അടുത്ത് നിന്ന് മിക്കവാറും നെക്സ്റ്റ് വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നോക്കാം. ആൻഡ് പാർക്ക് ചെയ്തു. ആൻഡ് ഗൈസ്
അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയില്ല, അതുപോലെ ഈ നൈറ്റ് ഷോ കാണണമെന്നുണ്ടായിരുന്നു, അതും പറ്റില്ല. അപ്പോൾ അതിനായിട്ട് മാത്രം നമ്മൾ 9 മണിയാണ്, നമ്മൾ ഇവിടുന്ന് 9 മണി കഴിഞ്ഞ് ഒരുപാട് പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് രാവിലെ 9 മണിക്ക് വരണം ഗൈസ്. ഇവിടെ രാത്രി ആകണം, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത്. പ്രശ്നം അതാണ്, കാരണം ഇത് രണ്ടും ഒരേ സ്പോട്ടിലാണ്. ഈ പറയുന്ന അഡ്വഞ്ചർ പാർക്കും അതുപോലെ തന്നെ ബാക്കി ഈ ഫ്ലവർ ഗാർഡനും ഒരേ സ്പോട്ടിലായതുകൊണ്ട് നമുക്ക് ഒട്ടും അത് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. മീമി ചാച്ച ഗൈസ്, അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എന്നെ. ചാച്ച ഗൈസ്.